ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ സാന്ത്വനം 2-ന്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അടുത്ത ആഴ്ച നല്ല അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ്സിലൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളെ തമിഴിൽ കാണുന്ന ആ സെയിം തന്നെയാണ് നമ്മുടെ മലയാളം എപ്പിസോഡിലും വരുന്നത്. അപ്പൊ നമുക്ക് അധികം ബോറൊന്നും അടുപ്പിക്കാണ്ട് നമ്മുടെ അടുത്ത ആഴ്ച വിശേഷത്തിലേക്ക് കടക്കാം. ഒരു കാര്യം കൂടെ, നമ്മുടെ വീഡിയോസ് നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും, പിന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചോളൂ കേട്ടോ. കാരണം നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തണ്ടേ, അതിനു വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളൊക്കെ വിശേഷത്തിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ എന്താണ്, നമ്മുടെ അലോകും നമ്മുടെ അനുവും തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും എട്ടിന്റെ പണികളാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തനിക്കെതിരെ എവൾ ഇത്രയും വീര്യം കാണിക്കുന്നുണ്ടെങ്കിൽ എവക്കിട്ടും എട്ടിന്റെ പണികളൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിൽ അലോക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ അലോക് താഴേക്ക് ഇങ്ങനെ വരണം. അപ്പൊ വരുന്ന സമയത്ത് നമ്മുടെ രാജശ്രീ, നന്ദിനിയും അതുപോലെ ഇന്ദിരാമയൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അവര് ചോദിച്ചു, ബാ മോനെ, നിനക്ക് ഇഷ്ടപ്പെട്ട ഇഡ്ഡലി സാമ്പാറൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്, വന്ന് കഴിക്കുന്ന രാജശ്രീ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അലോക് പറയുന്നുണ്ട്, അമ്മ ഇപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് എന്റെ കല്യാണം കഴിഞ്ഞു, ഇനി എന്റെ കാര്യങ്ങളൊക്കെ അവള് നോക്കട്ടെ, അനു എന്തേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ രാജശ്രീ പറഞ്ഞു, മനസ്സിലായി, ഒരു കാര്യം ചെയ്യാം, അവള് മേളിലുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചോ, ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞ് രാജശ്രീ പോയി നമ്മുടെ അനുവിനെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നന്ദിനിയും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, ഭാര്യയുടെ അടുത്ത് ഇരുന്ന് ഒരുമിച്ച് സൊല്ലിക്കൊണ്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള കൊതിയാ അല്ലേടാ ആലോകെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അലോക് മനസ്സിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഷൈൻ ചെയ്ത് നിന്നിട്ടോ. എന്നിട്ട് അലോകിന്റെ മനസ്സിൽ വേറൊന്നുമില്ല, അവള് തിന്നും കുടിച്ചും സുഖിച്ചുകൂടെ ഇരിക്കല്ലേ, കുറച്ചൊക്കെ പണി അവക്കിട്ട് കൊടുക്കണം എന്ന് കരുതി തന്നെ അലോക് അനുവിനെ വരുത്തിച്ചത്. അങ്ങനെ നമ്മുടെ രാജശ്രീ വന്നു. രാജശ്രീ വന്നിട്ട് അനുവിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ മോള് വാ, ഇവിടെ ഇരിക്കുക, അലോകിന്റെ അടുത്ത് ഇരിക്കുക, അവന്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് നിങ്ങൾ കഴിക്കുകയൊക്കെ എടുത്തു കൊടുക്കുകയെ എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന പറയാം. അപ്പൊ അനു പറയാം, അമ്മ ഞാൻ ഫുഡ് കഴിച്ചല്ലേ, അത് സാരമില്ല. അപ്പോഴേക്കും നമ്മുടെ ഇന്ദിരാമ്മ പറയും, അതെ, കെട്ടിയോന്മാർക്ക്, അതായത് ഭർത്താക്കന്മാർക്ക് ആഹാരമൊക്കെ സമയത്ത് എടുത്തു കൊടുക്കുകയും അവരോടൊപ്പം ഒക്കെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക, തിന്നുക, അതൊക്കെ ഒരു രസമാണ്. അങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാര്. അങ്ങനെയായാലും ആ ബന്ധമൊക്കെ നല്ല രീതിയിൽ പോകുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയണ. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ എന്തായാലും പോയിക്കാന്ന് പറഞ്ഞ് രാജശ്രീയും നന്ദിനിയും വിളിച്ചുകൊണ്ട് ഇന്ദിരാമ്മ അങ്ങ് അപ്പുറത്തേക്ക് പോവാണ്. ആ സമയം നമ്മുടെ അലോക് അവളുടെ മൂത്ത് ഇങ്ങനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് പറയാം, അതെ, ഭക്ഷണം എടുത്ത് താടിയെന്ന് ഇങ്ങനെ പറയും, നീ തിന്നും കുടിച്ച് സൂചിച്ചങ്ങ് ഇരിക്കുകയല്ലേ, എനിക്ക് ഭക്ഷണം ഇഡ്ഡലി എടുത്ത് വെക്ക്, 2 ഇഡ്ഡലി ഇടുന്നു. അങ്ങനെ അനു പറയും, അതെന്താ ഞാൻ എടുത്തു തന്നാലേ നിങ്ങൾ കഴിക്കുള്ളോ, ഒരു ആഹാരം തിന്നാണ്ട് കിടക്കണമെന്നൊക്കെയുള്ള ആഹാരഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാട്ടിക്കൊണ്ട് അനു 2 ഇഡ്ഡലി എടുത്ത് അങ്ങോട്ട് അലോകിന് കൊടുക്കുകയാണ്. അതെ, ഇതിന് ചൂടൊന്നുമില്ല, നീ ഇപ്പൊ അകത്ത് പോയി ചൂടുള്ള ഇഡ്ഡലി എടുത്തുണ്ടോ എന്ന് പറയുന്നേ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അനുവിന് അങ്ങോട്ട് ദേഷ്യം വരാട്ടോ. അലോക് പറയും, അതെ, നീ ഇപ്പൊ എനിക്ക് എടുത്ത് തന്നില്ല എന്നുണ്ടെങ്കിലേ ഞാനിപ്പൊ മുത്തശ്ശിയുടെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കും, അത് വേണോന്ന് ചോദിക്കും. ഒടുവിൽ അലോക് പറഞ്ഞു പോലെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അനുവിന്റെ അങ്ങോട്ട് ദേഷ്യം വരെ കേട്ടോ. അതിന്റെ ഇടയിൽ അലോകാണെങ്കിലോ അനുവിന്റെ അച്ഛനെയും അമ്മയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന കണക്കുള്ള ഓരോ സംസാരങ്ങള് കേട്ടിട്ട് അനുവിന് അങ്ങോട്ട് ദേഷ്യം വരാം. കാരണം വെച്ചാൽ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. എതിർത്തൊന്ന് റൂമിലാണെങ്കിൽ 2 പറയായിരുന്നു, ഇവിടെ ആകുമ്പോ ആരെങ്കിലും കേൾക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് അനു ഇട്ടൊന്നും പറയാൻ അനുവിന് പറ്റുന്നില്ല. അവസാനം ദേഷ്യം വന്നിട്ട് അനു എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് ആ സാമ്പാർ എല്ലാം കൂടെ എടുത്ത് അലോകിന്റെ തലയിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അലോക് അങ്ങ് അന്തം വിടണ, ഇവള് എന്താ ഈ കാണിച്ച്, എന്റെ കണ്ണ് നീറാണ് എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് ഒച്ചയെടുക്കുക കേട്ടോ. ആ സമയം നമ്മുടെ രാജശ്രീ, നന്ദിനി, ഇന്ദിരാമ്മ ഓടി വരും, എന്താ മോനെ എന്ത്. അവര് വന്ന് നോക്കുമ്പോ സാമ്പാറിൽ കുളിച്ച് നിൽക്കണ നമ്മുടെ അലോകിനെയാണ് കാണുന്നത്. അപ്പോഴേക്കും നന്ദിനി ചോദിക്കും, നീ എന്താ മോളെ ഇവിടെ നടന്നേ. അപ്പൊ മുത്തശ്ശി ചോദിക്കണ, 2 പേരെടുത്തും രാവിലെ ഒരുമിച്ചിരുന്ന് ഇഡലി സാമ്പാറും കഴിക്കാൻ പറഞ്ഞപ്പോ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോരി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പൊ അനു പറഞ്ഞു, അതെ, മര്യാദയ്ക്ക് വിളമ്പാൻ ഈ അലോകേട്ട സമ്മതിക്കില്ല, ചുമ്മാ ഓരോന്ന് കാണിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മുടെ നന്ദിനിക്കും രാജശ്രീക്കും മനസ്സിലായി. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, അതെ, 2ന്റെ കളി കുറച്ച് കൂടുന്നുണ്ടെന്ന് പറയും. അപ്പോഴേ ഇവിടെ മറ്റുള്ളവരുണ്ട്, നിങ്ങൾ മാത്രമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കമന്റ് ഒക്കെ ഇങ്ങനെ അവർ രണ്ടുപേരും പറയും. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോവേണ്ടത് അലോക്. കാരണം അലോകിനെ പതുക്കെ കൊണ്ടുപോയി വാഷ് ബേസിനിൽ രാജശ്രീ കൊണ്ടുവന്ന് ആക്കി കൊടുത്ത് മുഖമൊക്കെ കഴുകി ആ കണ്ണിന്റെ എരിവൊക്കെ മാറണം. ആ സമയം അനു എല്ലാരും കാണിക്കാൻ വേണ്ടി ഒരു ടവലൊക്കെ എടുത്തുകൊണ്ടു
മോൻ തുടക്കി അലോക് കേട്ടാന്നൊക്കെ പറയാം. ഒടുവിൽ പല്ല് നെരിച്ചുകൊണ്ട് അലോക് റൂമിൽ പോവുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി അനുവിനെയും റൂമിലോട്ട് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അലോക് ആണെങ്കിൽ അനുവിന്റെ കൈ പിടിച്ച് തിരിച്ച് ഇങ്ങനെ ആക്കും. നീ എന്ത് പണിയാടി നീ കാണിച്ചത്? അതെ, എന്നെ എന്റെ വീട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയുമെന്ന് അനു തിരിച്ച് മറുപടി അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓരോ പ്രശ്നങ്ങളാണ്. ആ സമയത്താണ് നമ്മുടെ അനു ഇരുന്ന് ആലോചിക്കുന്നത്, എനിക്ക് ഇടാൻ നല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല, ഇനിയിപ്പോ എന്താ ചെയ്യുക? അങ്ങനെ അനു എന്ത് ചെയ്യുന്ന വെച്ചാൽ അലോകിന്റെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ പതുക്കെ അടിച്ചു മാറ്റൂട്ടോ. അടിച്ചു മാറ്റിയിട്ട് രാജശ്രീയും മുത്തശ്ശിയൊക്കെ ഇരുന്ന സമയത്ത് പറയും, അമ്മേ ഞാൻ ദേവമംഗലത്തിൽ നിന്ന് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല മുത്തശ്ശി, അപ്പൊ എനിക്ക് ഇടാൻ നല്ല ഡ്രസ്സൊന്നുമില്ല, അപ്പൊ എനിക്ക് ഡ്രസ്സ് മേടിക്കണമെന്ന് പറയും. അപ്പൊ നമ്മുടെ രാജശ്രീ അലോകിനെ വിളിക്കും റൂമിൽ നിന്ന്. അലോക് നീ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. അങ്ങനെ അലോക് താഴോട്ട് വരുമ്പോഴത്തേക്ക് പറയും, എടാ അനുവിന് ഇടാൻ നല്ല ഡ്രസ്സോ ഓർണമെന്റ്സോ ഒന്നുമില്ല, നീ എന്തേ മേടിച്ചു കൊടുക്കാതെ? അപ്പൊ മുത്തശ്ശി പറയും, ഭർത്താക്കന്മാർ ഇതൊക്കെ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞു തന്നിട്ട് വേണ്ട കേട്ടോ അലോക് ചെയ്യേണ്ടത്. അപ്പൊ പറയും, നീ അവളെ കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ മേടിച്ചു കൊടുക്കാനായിട്ട് എല്ലാരും പറയണം. അങ്ങനെ അതനുസരിച്ചിട്ട് നമ്മുടെ അലോക് ഇഷ്ടമില്ലാണ്ട് അനുവിനെയും കൊണ്ട് കാറി കയറി പോവാണ്. അങ്ങനെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ എത്തുന്നുണ്ട്. എത്തിയിട്ട് അനു 8ന്റെ പണിയാണ് അലോകിനിട്ട് കൊടുക്കുന്നത്. സമയം എടുത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് എല്ലാം വില കൂടിയ ഡ്രസ്സ് അനു എടുക്കും കേട്ടോ. ഈ സമയം നോക്കി നിൽക്കുക. അലോകിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കണ, ഇന്ന് അവളെ എന്നെ മുടിപ്പിക്കുമെന്ന് ഇങ്ങനെ പറയാം. അപ്പോഴേക്കും കുറെ നേരം കഴിഞ്ഞപ്പോൾ അനു പതുക്കെ അലോകിന്റെ അടുത്ത് വന്നിട്ട് പറയാം, അതെ അലോകേട്ടൻ വേണമെങ്കിൽ ഒന്ന് പോയിട്ടൊക്കെ വന്നോളൂ, ഞാൻ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് വെക്കാം, ഞാൻ വിളിക്കാം, അന്നേരം വന്നാൽ മതി എന്ന് പറയാം. അപ്പോഴേക്കും അലോക് മനസ്സിലോർക്കും, ഇന്ന് നമുക്ക് 8ന്റെ പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അലോക് പതുക്കെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ദേവമംഗലത്തുള്ള കേസ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മീനാക്ഷിക്കും മിത്രയ്ക്കും ഒരു സമാധാനം ഇല്ല. കാരണം അനു പറഞ്ഞ ആ സത്യങ്ങൾ കേട്ടിട്ട് അവർക്കൊരു വല്ലാത്ത വിഷമമാണ്. അങ്ങനെ മിത്ര മീനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മീനുവട്ടത്തി നമ്മൾ അനു പറഞ്ഞതനുസരിച്ച് അനുവിനെ അവിടെ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു യുദ്ധം കൂടാനാണെങ്കിൽ കൂടിയും അവളെ അങ്ങനെ ആ കൃഷ്ണമംഗലത്തേക്ക് ഒറ്റയ്ക്ക് ആക്കി ഓരോ കാര്യങ്ങൾക്ക് ഒരു സപ്പോർട്ട് പോലും ഇല്ലാണ്ട് ആക്കിയിട്ട് വന്നത് ശരിയായില്ല, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ മിത്ര നമ്മുടെ മീനാക്ഷിയോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ മീനാക്ഷി പറയും, എന്തായാലും അധിക നാളൊന്നും അനുവിനെ നമുക്ക് ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റില്ല, കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, എന്തായാലും അവക്ക് നമ്മൾ വാക്ക് കൊടുത്തതല്ലേ മിത്ര, അതുകൊണ്ട് ഉടനടി കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് പറയണ്ട, ദേവമംഗലത്തെ കാര്യങ്ങൾ. പിന്നെ ആ സുകന്യ, ആ സ്ത്രീക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാന്ന് പറയും. അങ്ങനെ സുകന്യ ആണെങ്കിൽ നമ്മുടെ ഗോമതി ആഹാരമൊന്നും കഴിക്കാണ്ട് മോള് പോയതിന്റെ സങ്കടവും ആ ഒരു വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാലനാണെങ്കിൽ കടയിൽ പോയിരുന്നാൽ തന്നെ ഗോമതി സ്റ്റോഴ്സിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ വരുന്നവരുടെ ഓരോ കുത്തുവാക്കും, മോളുടെ കല്യാണം മുടങ്ങി, അങ്ങനെയൊക്കെയുള്ള ഓരോ കുത്തുവാക്കുകൾ കേട്ട് ബാലനും വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. അപ്പൊ ഈ സമയം നമ്മുടെ സുകന്യ എല്ലാരും ഇരിക്കെ പറയണ, ഓ എന്റെ ഗോമതിയേട്ടത്തെയും ബാലേട്ടനും എന്ത് സങ്കടം സഹിക്കുന്നവരാ, അവരെങ്ങനെ ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മീനാക്ഷിക്ക് വരുന്ന ദേഷ്യം ഒന്നും ചില്ലറ ദേഷ്യമൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു തരം അഭിനയങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ദേഷ്യം വരെയാണ്. അങ്ങനെ നമ്മുടെ മീനാക്ഷി സുകന്യനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴത്തേക്ക് ചെന്ന് അടുത്ത് നിന്നിട്ട് ചോദിക്കും, അതെ സുകന്യേട്ടത്തിക്ക് ഭയങ്കര സങ്കടമല്ലേ, അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുന്ന കാണുമ്പോ പിന്നെ ഉണ്ടാവാണ്ടിരിക്കുമോ, എനിക്ക് എന്റെ സ്വന്തം ഏട്ടനും ഏട്ടത്തെയും പോലെയല്ലേ അവര്, നിനക്കറിയില്ല അതെന്നൊക്കെ പറയും. അതെനിക്കറിയാം മീനാക്ഷി പറയും, കാരണം കല്യാണത്തിന്റെ തലേ ദിവസം സുകന്യേട്ടത്തി ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. അനുവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടും അലോകിന്റെ അടുത്ത് നിർബന്ധിച്ച് കൊണ്ടുപോയത് ആരാന്ന് ചോദിക്കുക. അപ്പോഴേക്കും സുകന്യ പെട്ടെന്ന് ഞെട്ടുകയാണ് കേട്ടോ. അതെന്താ ഇവള് ഇങ്ങനെ പറഞ്ഞത്, ഇനി സത്യങ്ങളൊക്കെ മീനാക്ഷി അറിഞ്ഞോ എന്ന രീതിയിൽ. ആര് കൊണ്ടെത്തിച്ചു എന്ന് സുകന്യ ഒന്നും അറിയാത്ത മട്ടില് ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് അതൊക്കെ ചോദിക്കാണ്. അയ്യോ അതൊന്നും സുകന്യേട്ടത്തിക്ക് അറിയില്ലേ, അനുവിനെ ആര് അവിടെ കൊണ്ടുപോയതെന്നും ഈ ഒരു ബന്ധത്തിലേക്ക് തള്ളിവിട്ടത് ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാന്ന് പറയും. അപ്പോഴേക്കും സുകന്യ ചോദിക്കും, നീ ഈ ഇല്ലാ കഥകളൊന്നും ഇവിടെ പറഞ്ഞ് നടക്കണ്ടെന്ന് പറയും. ഇല്ലാ കഥകളോ, ഞാൻ തെളിവ് തരാം, നിന്റെ ലൈൻ എന്ത് തെളിവാ ഉള്ളതെന്ന് സുകന്യ തിരിച്ച് മീനാക്ഷിയോട് ചോദിക്കും. അപ്പോഴേക്കും മീനാക്ഷി പറയും, അനു പറഞ്ഞത് കൂടുതൽ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് വേണോ, ഞാൻ ഇത് അറിഞ്ഞ നിമിഷം തന്നെ ധർമ്മമാമന്റെ അടുത്ത് പറയാത്തത് മാമനെ ഓർത്ത് മാത്ര, ആ പറഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ ഈ പടിക്ക് അപ്പുറമാണെന്ന് പറയും. അപ്പോഴേക്കും സുകന്യ ടോൺ മാറി കേട്ടോ. ഇത്രയും നേരം വലിയ ഒരു ഇതില് എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മീനാക്ഷിയുടെ അടുത്ത്. മോളെ നീ ആരടുത്തും പറയരുത്, സത്യത്തിൽ ഞാൻ ഇത് അറിഞ്ഞതല്ല, അവൻ എന്നെയും ഭീഷണിപ്പെടുത്തിയാണ് ഇതിലേക്ക്
അനുവിനെ കൊണ്ട് എത്തിച്ചത്, നീ ആരോടും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മീനാക്ഷി പറഞ്ഞു, നിങ്ങൾ ഈ കുടുംബത്തില് ഓരോ ആൾക്കാരുടെ അടുത്തും കാണിക്കുന്ന ഓരോ ദുഷ്ടതകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇതൊന്നും ഞാൻ പുറത്ത് പറയാണ്ടിരിക്കണം നിങ്ങളുടെ സമയം നല്ലതായതുകൊണ്ടൊന്നും അല്ല, ഞാൻ എന്റെ ധർമ്മമാമനെ ഓർത്താണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി എന്തെങ്കിലും ഈ ദേവമംഗലം കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചെറുവിരല് അനങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് ഈ കുടുംബത്തുണ്ടാവില്ല, നിങ്ങളുടെ സ്ഥാനം പുറത്തായിരിക്കും എന്ന് പറയാം. എന്നിട്ട് മീനാക്ഷി അങ്ങ് പോവേണ്ട കേട്ടോ. ഈ സമയം സുകന്യക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. സുകന്യ നെടുവീർപ്പോടെ ഇരിക്കുകയാണ്. കാരണം തന്റെ കള്ളത്തരങ്ങളൊക്കെ വെളിയിലാവോ. തലേ ദിവസം കൂടെ ധർമ്മേട്ടൻ പറഞ്ഞതേ ഉള്ളൂ, അനുവിന്റെ കേസിൽ എങ്ങാനും നിന്റെ കൈകൾ പതിഞ്ഞിട്ടുണ്ടെന്നറിഞ്ഞാൽ ഈ ഈ ദേവമംഗലം കുടുംബത്തിൽ പിന്നെ നീ ഉണ്ടാവത്തില്ല എന്ന് തന്നെ നമ്മുടെ ധർമ്മം തീർത്ത് പറയൂട്ടോ. അപ്പൊ സുകന്യക്ക് ആ ഒരു പേടിയും ഭയവും ഉള്ളിൽ വരെയാണ്. പക്ഷെ സുകന്യക്ക് ഒരു ഭയവും ഭയപ്പാടൊക്കെ ഉണ്ട് കേട്ടോ ഈ കാര്യത്തിൽ. എന്നാണെങ്കിലും താൻ ചെയ്ത കള്ളത്തരം വെളിയിലാകും, ദേവമംഗലത്ത് അറിയും എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അങ്ങനെ നമ്മുടെ അനു ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെ നിൽക്കണം. എന്നിട്ട് അലോകിനെ വിളിച്ചപ്പോഴോ അലോക് മുങ്ങിക്കളഞ്ഞില്ലേ. അനു ആരാ, മോള്. അനു ഓൾറെഡി നേരത്തെ തന്നെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ നമ്മുടെ അലോകിന്റെ അടിച്ചു മാറ്റി കൈ വെച്ചൊക്കെയായിരുന്നു. അങ്ങനെ ആ ടെക്സ്റ്റൈൽസിലെ എല്ലാ ബില്ലും കൂടെ ചേർത്ത് അനു ഒരു ബില്ല് ആ കാർഡും കൊടുത്ത് ബില്ലൊക്കെ സെറ്റ് ചെയ്യണം. ഈ സമയം നമ്മുടെ അലോകിന് ഒരു മെസ്സേജ് വരെയുണ്ട്, നല്ലൊരു എമൗണ്ട്. അതായത് അത്യാവശ്യം അലോകിന്റെ ഒരു അക്കൗണ്ടിലുള്ള ഏകദേശം ഫുൾ എമൗണ്ടും വിഡ്രോ ചെയ്തൊക്കെയാണ്. അലോകിന് വന്ന ദേഷ്യം ഒന്നൊന്നര ദേഷ്യം കേട്ടോ. അങ്ങനെ അനു ഡ്രസ്സൊക്കെ ആയിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ അലോക് നേരത്തെ എത്തി. അലോകിന് ദേഷ്യം വന്നിട്ട് തിരിച്ചു പോന്നെന്നൊക്കെ പറഞ്ഞ് അലോക് നേരത്തെ എത്തിയായിരുന്നു. പക്ഷെ മുത്തശ്ശിയും അമ്മായിനെയും അതുപോലെ രാജശ്രീനെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അനു നേരെ റൂമിൽ ചെന്നിട്ട് താൻ എന്താ ഇതിനെ കുറിച്ച് കരുതിയത്, താനേ മാനത്ത് താനെ മനസ്സിൽ ഓർക്കുമ്പോ ഞാൻ മാനത്ത് കാണും എന്ന് പറഞ്ഞു കേട്ടോ അനു. കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയാം താൻ എനിക്ക് 8ന്റെ പണി തന്നിട്ട് അവിടെ നിന്ന് പോകുമെന്ന്. അതുകൊണ്ട് തന്നെ തന്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ ഞാൻ മുൻകൂട്ടി എടുത്ത് കയ്യിൽ പിടിച്ചെന്ന് പറയാം. ലോഗിൻ അങ്ങോട്ട് ദേഷ്യം വരാ, ഇങ്ങനെ വിട്ടാ പറ്റില്ല, ഇവക്കിട്ട് 8ന്റെ പണി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ അനു ഫുഡ് കഴിക്കാനായിട്ട് വരണം കേട്ടോ. അപ്പൊ അലോക് പുറത്തുനിന്ന് കയറി വരണം കേട്ടോ. ആ സമയം രാജശ്രീ മുത്തശ്ശിയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കണം. അപ്പൊ അനുവിന് ഫുഡൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ അലോക് പറയും, അനു നീ ഫുഡ് കഴിക്കാൻ പോവേണോ. അപ്പൊ പറയാം, അതെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാ. അതെ നീ ഒന്ന് പെട്ടെന്ന് വന്നേ, നമുക്കൊന്ന് പുറത്തു പോവാന്ന് പറയാം. അപ്പം അനു പറയും, എങ്ങോട്ട് പോവാനാ. അപ്പൊ രാജശ്രീ ചോദിക്കും, അവള് ഫുഡ് കഴിക്കട്ടാ, കഴിച്ചിട്ട് പോയാൽ പോരെ. അതെ ഇന്ന് ഞങ്ങൾ ഫുഡ് വെളിയിൽ നിന്നാ കഴിക്കണം. അപ്പൊ രാജശ്രീ പറയും, നിനക്കത് ആദ്യമേ പറയാൻ പാടില്ല ലോകെ, എങ്കിൽ നിങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ. അപ്പൊ മുത്തശ്ശി പറയാം, അവര് പോയി പുറത്ത് പോയി ഫുഡ് കഴിക്കുക ഷോപ്പിംഗ് ഒക്കെ നടത്തട്ടെ രാജശ്രീ, അവരിപ്പൊ കല്യാണം കഴിഞ്ഞ പുതുമോടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു കേട്ടോ. പക്ഷെ അനുവിന്റെ മനസ്സിൽ പല ചിന്തകൾ ഓടി വരെയാണ്. കാരണം തനിക്കിട്ടുള്ള 8ന്റെ പണി എങ്ങാനും തരുന്നയാണോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ അനുവിന് വരെയാണ്. കാരണം അലോകിന്റെ കൂടെ അല്ലേ പോണത്, വിശ്വസിക്കാൻ പറ്റുമോ. അങ്ങനെ അനു പറഞ്ഞു, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറിക്കോട്ടെ എന്ന് ചോദിച്ചു. വേണ്ട വേണ്ട, നീ ഈ സാരി ഉടുത്താൽ മതി, ഇതില് നിന്നെ കാണാൻ നല്ല സുന്ദരിയാ എന്നും കൂടെ പറഞ്ഞ് അങ്ങോട്ട് പൊക്കി അലോക് അനുവിനെയും കൊണ്ട് പുറത്തു പോകണം കേട്ടോ. എന്നിട്ട് ഒരാളൊഴിഞ്ഞൊരു കാട് പോലുള്ള സ്ഥലത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവേണ് കേട്ടോ. എന്നിട്ട് പറയും, നീ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കി. അപ്പൊ അനു പറയില്ല. അതെ നിന്നെ ഞാൻ കാടിന്റെ നടുവിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ പോകുന്നത്. അപ്പൊ അനു പറയുന്നതേ, അലോകെ കളിച്ച് വലിയ കളി കളിക്കാൻ നിൽക്കട്ടാന്ന് പറയാം. അങ്ങനെ അലോക് എന്ത് ചെയ്യും, ആ ഒരു കാടിന്റെ നടുക്ക് ആൾ താമസോ വീടോ ഒന്നും ഇല്ലാത്ത സ്ഥലം, അവിടെ കൊണ്ടുവന്ന് കാറ് കൊണ്ട് നിർത്തി അനുവിനെ വലിച്ചിറക്കി വെളിയിൽ വിട്ടിട്ട് അലോക് വണ്ടി എടുത്തുകൊണ്ട് പോകട്ടോ. അനു കിടന്ന് കരഞ്ഞിട്ടും അലോക് നിർത്തത്തില്ല. അങ്ങനെ അലോകിനാണെങ്കിൽ ആകെ പേടിയാ. കാരണം ഈ മൃഗങ്ങളുടെയും ഈ പുലിയുടെയും ഒക്കെ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുകയാണ്. എങ്ങനെ പോകും. അങ്ങനെ അനു എന്ത് ചെയ്യുന്ന വെച്ചാൽ വന്ന വഴിയെ തന്നെ തിരിച്ച് നടക്കുകയാണ്. അനു മൊബൈലൊന്നും എടുത്തിട്ടില്ല, പേഴ്സും ഒന്നുമില്ല, പിന്നെ എങ്ങനെ പോവാ. അങ്ങനെ അലോക് നേരെ അത് അനുവിനെ കൊണ്ട് വിട്ടിട്ട് നാളെ നേരം വെളുക്കുമ്പോഴേക്കും എവള് മരിച്ച വിവരം അറിയും. ഇതിൽ കൂടുതൽ വലിയൊരു പണി ഇനി അവൾക്ക് കൊടുക്കാനില്ല എന്നുള്ള സന്തോഷത്തോടെ അലോക് നേരെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയി അവരുമായിട്ടൊക്കെ സംസാരിച്ച് കമ്പനി കൂടി മദ്യപിച്ച് വീട്ടിൽ വരണം. അപ്പം മുത്തശ്ശിയും രാജശ്രീയും നന്ദിനിയൊക്കെ ചോദിക്കും, അല്ല നിന്റെ കൂടെ ഇന്ന് വന്നാൽ അനു എന്തെന്ന് ചോദിക്കും. അവളെ വഴിക്ക് വെച്ച് അവളെ കൂട്ടുകാരെ കണ്ടപ്പോ ഇറങ്ങി, കുറെ നേരം എനിക്ക് മടുത്തു, ഞാൻ തിരിച്ചിങ്ങി പോന്നു. നീ എന്ത് പണിയടാ ഈ കാണിച്ചത്, ആ കുട്ടി ഇനി എങ്ങനെ വരണ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനു കയറി വരണ. അനുവിനെ കണ്ടത് അലോക് അങ്ങ് അന്താളിക്കണ്, ഇവള് ചത്തില്ലേ എന്ന മട്ടില്. അപ്പൊ അനു പറഞ്ഞു, ഈ അലോക് കിട്ടുന്ന ദേഷ്യം വന്നിട്ട് എന്റെ കൂട്ടുകാരിയെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. കാരണം അലോക് പറഞ്ഞ അതേ ഡയലോഗ് തന്നെ അനു പറഞ്ഞു. കാരണം അലോക് പറയേണ്ടത് അനു പുറത്തു നിന്ന് കേട്ടായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശിയും അമ്മയൊക്കെ വിശ്വസിച്ചു, ഇങ്ങനെ കൂട്ടുകാരി
ഭാര്യയെ കണ്ട് സംസാരിച്ച് നിന്നതുകൊണ്ട് തന്നെ ഇട്ടിട്ട് അലോകിനെ ദേഷ്യം വന്ന് പോകുന്നതാണെന്ന്. അങ്ങനെ റൂമിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അനു പറഞ്ഞു, താൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? അതെ, താൻ ഒരു കാര്യം മനസ്സിലാക്കിയോ, എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും ജീവനോടെ ഞാൻ വരൂടോ. താൻ രണ്ടായിട്ട് എന്നെ വെട്ടിയിട്, ഞാൻ ഒന്നായിട്ട് വരും, അത് ചേർന്ന് കൂടി ഞാൻ പുറത്തു വരൂടോ എന്ന് പറഞ്ഞ്. താനെ ഇതുവരെ കാണാത്ത ഒരു അനു ഇനി മുതലുള്ള, പണ്ടത്തെ അനു ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ അലോകിനെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. അലോകിന് ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ട്, കാരണം പണ്ടത്തെ അനു ഇങ്ങനെയൊന്നും അല്ല, ഒരു പേടിയും ഒരു ഇതൊക്കെ ഉള്ള പാവമായിരുന്നു. ഇവളിപ്പോ ഇച്ചിരി മൂച്ചും മുറയൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ അലോകം മിണ്ടാണ്ട് അവിടെ പിന്നെ സൈലന്റ് ആയിട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ബാലൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എന്ത് ചെയ്താൽ സ്റ്റാർട്ട് ആവണല്ലോ കേട്ടോ. ദേവമംഗലത്തെ വീട്ടിൽ നിന്നാണ്. അപ്പോഴേക്കും നമ്മുടെ അലോക് ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു കൃഷ്ണമംഗലത്ത്. അപ്പം അലോകിനെ കണ്ടപ്പോഴും ബാലന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ഈ ആക്റ്റീവ് വണ്ടി ഇങ്ങനെ ചവിട്ടി, ആ ദേഷ്യം അനുസരിച്ച് ഇങ്ങനെ വണ്ടി ചവിട്ടി ചവിട്ടി ഇങ്ങനെ ആക്കേണ്ട കേട്ടോ. അലോകിന് മനസ്സിലായി തന്നോടുള്ള ദേഷ്യമാണ് ആ കാരണവരോടെ കാണിക്കുന്നതെന്ന്. അപ്പോഴേക്കും അലോക് ഇങ്ങേർക്കിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അനു, എടി അനു അന്ന് പറഞ്ഞ് ഉറക്കം വിളിക്കണം. അപ്പൊ അനു വന്നു, എന്നിട്ട് തലക്കിട്ട് ഒരു കൊട്ടു കൊടുത്തിട്ട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞേലേ എന്റെ മൊബൈൽ എടുത്തോണ്ട് വരാൻ, നിനക്ക് എന്താ പണി, നിനക്ക് ഒരു ബോധല്ലേ, എങ്ങനെ ഒരു ഒരു അടക്കോ ഒതുക്കോ ഒന്നുമില്ല, വീട്ടുകാർ വളർത്തി വിട്ടൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ. അപ്പൊ അനുവിന് മനസ്സിലായി അച്ഛൻ കാണാൻ വേണ്ടിയിട്ടുള്ള അലോകിന്റെ ഷോ ആണ് ഇതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ അലോക് അകത്ത് കയറി വന്നപ്പോഴത്തെ അനു അപ്പോഴേക്കും അകത്ത് കയറി പോയിട്ടോ. എന്നിട്ട് അലോക് വന്നപ്പോ എന്റെ അച്ഛനും അമ്മയും വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താണ്ടല്ലോ എന്റെ വിധം മാറുമെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് അനു നല്ല മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ സത്യം പറഞ്ഞ കൃഷ്ണമംഗലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കേസുകളാണ്. അതിന്റെ ഇടയിൽ ദേവമംഗലത്ത് നമ്മുടെ സുകന്യക്കിട്ട് നല്ല എട്ടിന്റെ പണി നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആനന്ദും ദേവീനെ കൊണ്ടുവന്ന് വീട്ടിലൊക്കെ വിടുകയാണ്. കാരണം എന്ന് വെച്ചാൽ ദേവിയെ, കാരണം അനുവിന്റെ കല്യാണം കഴിയുന്നതോടുകൂടി ദേവീനെ വീട്ടിൽ കൊണ്ട് വിടും എന്നുള്ള ഒരു വാശിയായിരുന്നു ആനന്ദിന്. കാരണം ഇനി അവളുമായിട്ട് മനസ്സ് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്ത് തന്നെയാണ് ആനന്ദ് ദേവീനെ കൊണ്ട് വീട്ടിൽ വിടുന്നത്. പിന്നെ നമ്മുടെ ബാലനാണെങ്കിലും കടയിൽ വരുന്ന ഗോമതി സ്റ്റോഴ്സിൽ വരുന്നവരുടെ ഓരോ കുത്തുവാക്കുകളൊക്കെ കേട്ട് വിഷമിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ധർമ്മനും ആകാശും രാമേട്ടനൊക്കെ ബാലനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ബാലൻ പറയും, സാരയില്ല, ഇത് കേൾക്കാൻ ഞാൻ അർഹനാണ്, അത് കുഴപ്പമില്ല, ആൾക്കാർ പറഞ്ഞോട്ടെ. അപ്പൊ രാമേട്ടൻ പറയും, എടാ ഇതൊക്കെ കുറച്ച് നാള് പറയും ബാല, നീ കാര്യാക്കണ്ട, അടുത്തൊരു വിഷയം ആൾക്കാർക്ക് കിട്ടുമ്പോ ഇതൊക്കെ അങ്ങ് മറന്നോളും എന്നൊക്കെ പറയും. അങ്ങനെ നമ്മുടെ സാന്ത്വനം 2 അടുത്ത ആഴ്ച വരുന്ന ഏകദേശ എപ്പിസോഡിന്റെ ഒക്കെ ഒരു ഇൻട്രോ ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നുകൊണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയ വിശേഷവുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.